പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്, സായാഹ്നമായിരിക്കുന്നു. നമുക്ക് ഈ ദിവസം കിട്ടിയ എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയാം. അവൻ്റെ പീഡാനുഭവ മരണങ്ങളെ ഒക്കെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഉത്ഥാനത്തിലേക്ക് വരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം എന്താണ്? ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെടുന്നെങ്കിൽ എന്തൊരു ഭീകരമായിരിക്കുന്നു. ആ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരൊറ്റയാൾ 15 മിനിറ്റ് തിരിയുമ്പോൾ ഒരു ഇടവകയുടെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിക്കും. നോക്കുക, ജന്മം കൊടുത്തു, ജീവൻ കൊടുത്തു, ജീവിതം കൊടുത്തു, ദൈവവിളി കൊടുത്തു, അറിവ് കൊടുത്തു, കഴിവ് കൊടുത്തു. അതിനുശേഷം തിരഞ്ഞെടുപ്പിലൂടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായി അഭിഷേകവും കൊടുത്തു. ലോകം മുഴുവൻ അറിയത്തക്ക തരത്തിൽ അഭിഷേകവും കൊടുത്തുകൊണ്ട് ഒരു വിളിച്ച് വേർതിരിച്ച ആ ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തൻ്റെ ഇടമെടുക്കുമ്പോൾ, ബലം പിടിക്കുമ്പോൾ, അഹങ്കാരം കാണിക്കുമ്പോൾ എത്രയോ വലിയ അന്ധകാരത്തിലാണ് ജീവിതം. നിത്യരക്ഷ എത്ര അപകടത്തിലാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? പാവം ഇതൊന്നും അറിയാതെ കുറേ പാവം പിടിച്ച മനുഷ്യരെ കൂടെ പറ്റിച്ചു. കളവ് പറഞ്ഞു കൂട്ടി. മാർപ്പാപ്പ ശരിയല്ല, പിതാക്കന്മാർ ശരിയല്ല, അധികാരികൾ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഗുസ്തി പിടിച്ച് നമുക്ക് ഒരു പ്രത്യേക അംഗീകാരം വാങ്ങിക്കാൻ ഒരുങ്ങിയിട്ട് പാക കുഴപ്പത്തിലാണ് കിടക്കുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കാൻ പോവുകയാണ്. എന്തിൻ്റെ ഉത്ഥാനമാ? തിന്മയുടെ മേൽ നന്മയുടെ, പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കുന്ന ഒരു ഉത്ഥാനം. നിത്യരക്ഷയിൽ പ്രത്യാശ നൽകുന്ന വലിയ ഒരു ആഘോഷം നടക്കാൻ പോകുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ തിരിയില്ല. എൻ്റെ ദൈവമേ, നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് തിരിയാൻ ഇത്ര പാടന്നെ. നമ്മൾ ആരുടെ മക്കളെന്നാണ് പറയുന്നത്? നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളെന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനി പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് സക്രാരിയിലിരിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ, അല്ലെങ്കിൽ ബലിപീഠത്തിലുള്ള തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് തിരിയാൻ പറ്റത്തില്ലെങ്കിൽ, ഏതാത്മാവാണെന്നൊന്ന് തിരിച്ചറിയുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ പാവം പിടിച്ച ദൈവജനത്തെ കൂടെ പറ്റിച്ച് വിഷമിപ്പിച്ച് നാടും വീടും മുഴുവൻ കോലാഹലമാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ശാപത്തിൻ്റെ ലക്ഷണമാക്കി മാറ്റിയ പുരോഹിതരെ, അവർ കോശാന പാടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷൈജു ആന്റണി ചേട്ടൻ വാ തുറന്നാൽ പിന്നെ സത്യം മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ അത് നരകത്തിൻ്റെ സത്യമാണെന്ന് മാത്രം. നുണയനും നുണയുടെ പിതാവുമായ സാത്താനോട് ചേർന്ന് ഇവിടെ നിന്ന ശരിയാവില്ല, പണ്ടേ വിട്ടു പോകേണ്ടതാണ്. ഈ ഒരു സാധനത്തിന് വേണ്ടി കുർബാന, വിശുദ്ധ കുർബാനയെ അദ്ദേഹം വിളിച്ചത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ഇംലിസിറ്റ് കുർബാന എന്നാണ് പറയുന്നത്. ഈ സാധനത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന ഈ അപകടം പിടിച്ച തിന്മയുടെ ഒരു ജീവിതം. അദ്ദേഹം വലിയ പുള്ളിയാണെന്നാണ് പറയുന്നത്. അതെ, ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ അല്ലെന്ന് മാത്രം. ദൈവം പോലും ക്ഷമിക്കാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജന്മം തമ്പുരാൻ വെറുതെ കളയാൻ ഉള്ളതല്ലല്ലോ. മടങ്ങി വരിക, അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഭൂമിയിൽ വേലയെടുക്കുക. പുരോഹിതർ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകില്ല. ഒരൊറ്റ പുരോഹിതൻ സ്വർഗത്തിൽ പോകില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ അനുസരണഘട്ട ഒരെണ്ണവും കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഒരു സമൂഹത്തെ നയിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി അധികാരം കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് അധികാരിയെ അനുസരിക്കില്ല, ദൈവത്തെ അനുസരിക്കില്ലെന്ന് പറയുമ്പോൾ തകർന്ന് തരിപ്പണമായില്ലേ? സാത്താൻ്റെ പിന്നാലെയല്ലേ നിൽക്കുന്നത്? ഈ തിരിച്ചറിവുണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും രക്ഷപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു, ഞാനും ആഗ്രഹിക്കുന്നു. ആരും നിത്യനാശത്തിലേക്ക് പോകരുത്. ഇനിയുള്ള സമയമെങ്കിലും മാനസാന്തരപ്പെട്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ എന്തെല്ലാം നശിപ്പിച്ചിട്ട് വന്നാലും സ്വീകരിക്കുന്ന ഒരു പിതാവാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ലെന്ന് ദൈവവചനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട്
അനുതപിക്കുക, തിരിച്ചു വരിക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൊള്ളാമെന്ന് തോന്നുന്നെങ്കിലൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.